വിശുദ്ധ കുരിശിൻ്റെ ഇടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. 53-ാം സങ്കീർത്തനത്തിൻ്റെ പ്രധാന സന്ദേശം മനുഷ്യൻ്റെ ആത്മീയ അവസ്ഥയുടെ ഗൗരവതയും ദൈവം മാത്രം രക്ഷകനാണ് എന്ന സത്യവുമാണ്. ഇത് മൂഢത, പാപം, ദൈവാന്വേഷണം, രക്ഷ എന്ന 4 തലങ്ങളിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ദൈവനിഷേധകന്റെ മൗഢ്യത്തെയാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. എല്ലാവരും വഴിതെറ്റി ഒന്നുപോലെ ദുഷിച്ചുപോയി, നന്മ ചെയ്യുന്നവനില്ല, ഒരുവൻ പോലുമില്ല. സങ്കീർത്തനം 53-ാം അധ്യായം 3-ാം തിരുവചനം. 54-ാം സങ്കീർത്തനത്തിൽ ദാവീദ് തൻ്റെ ജീവൻ അപകടത്തിലായപ്പോൾ ദൈവത്തോടുള്ള വിശ്വാസവും രക്ഷയുടെ പ്രത്യാശയും പ്രകടിപ്പിക്കുന്ന ഒരു വിശ്വാസഗീതമാണ് ഇത്. ദൈവം തൻ്റെ വിശ്വസ്തരെ രക്ഷിക്കുന്നതിൻ്റെ ഉറച്ച വിശ്വാസം ആലപിക്കുന്നു. അങ്ങ് എന്നെ എല്ലാ കഷ്ടതകളിൽ നിന്നും മോചിപ്പിച്ചു, ശത്രുക്കളുടെ പരാജയം എൻ്റെ കണ്ണുകൾ കണ്ടു. സങ്കീർത്തനം 54-ാം അധ്യായം 7-ാം തിരുവചനം. 55-ാം സങ്കീർത്തനത്തിൽ വിശ്വസിച്ചവർ ദ്രോഹിച്ചതുമൂലം ദാവീദ് അനുഭവിച്ച ആത്മീയ വേദനയും വിശ്വാസത്തോടെ ദൈവത്തിൽ ആശ്രയിക്കുന്നതിൻ്റെ ശക്തിയും ആലപിക്കുന്ന ഒരു നിലവിളിയാണ്. ഇതിൽ ദാവീദ് തൻ്റെ അടുത്ത സുഹൃത്തായ ഒരാളുടെ ദ്രോഹം മൂലമുള്ള ഹൃദയഭാരവും ദൈവത്തോടുള്ള അഭയം തേടലും പ്രകടമാക്കുന്നു. നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക, അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും. നീതിമാൻ കുലുങ്ങാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല. സങ്കീർത്തനം 55-ാം അധ്യായം 22-ാം തിരുവചനം. ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ ഭയം വിശ്വാസമായി മാറുന്നു എന്നതാണ് 56-ാം സങ്കീർത്തനത്തിൻ്റെ ഉള്ളടക്കം. ദാവീദ് തൻ്റെ ശത്രുക്കളുടെ കയ്യിൽ പിടിക്കപ്പെട്ടപ്പോൾ എഴുതിയ ഈ സങ്കീർത്തനം ഭയത്തിൻ്റെ ഇടയിൽ ദൈവത്തിൽ ആശ്രയിക്കുന്നതിൻ്റെ ശക്തിയും ശാന്തിയും പ്രതിപാദിക്കുന്നു. മനുഷ്യൻ എത്ര ഭീഷണിപ്പെടുത്തിയാലും ദൈവം നമ്മുടെ കണ്ണീരും വേദനകളും ശ്രദ്ധിക്കുന്നു, സംരക്ഷിക്കുന്നു എന്ന് ഇവിടെ വ്യക്തമാക്കുന്നു. അവിടുന്ന് എൻ്റെ അലച്ചിലുകൾ എണ്ണിയിട്ടുണ്ട്, എൻ്റെ കണ്ണീർ കണങ്ങൾ അങ്ങ് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്, അവ അങ്ങയുടെ ഗ്രന്ഥത്തിലുണ്ടല്ലോ. സങ്കീർത്തനം 56-ാം അധ്യായം 8-ാം തിരുവചനം. പരിശുദ്ധാത്മാവേ, തിരുവചനത്തിൻ്റെ അനന്തശക്തിയാൽ ആത്മാവിൻ്റെ ബലങ്ങളും ദാനങ്ങളും നൽകി തീഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.